ബൈയുടെ പുട്ട് കലണ്ടർ സ്പ്രെഡ് ഓപ്ഷൻ നോക്കാം. ഓഗസ്റ്റ് 15-ാം തീയതി 416 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ളത് $600 ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 4 ഒന്ന് 29-ാം തീയതിയിലെയും ഒന്ന് 22-ാം തീയതിയിലെയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. 22-ാം തീയതിയിൽ ഞാൻ സെല്ല് ചെയ്ത സാധനം ഞാൻ ബൈ ചെയ്തു. എന്നിട്ട് 24-ാം തീയതിയിലത്തേത് ഞാൻ സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ആ ട്രേഡ് നടത്തിയപ്പോൾ $140 എനിക്ക് കിട്ടി. ഓഗസ്റ്റ് 17-ാം തീയതി 416 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ള പുട്ട് ഓപ്ഷൻ ഞാൻ സെല്ല് ചെയ്തത് വീണ്ടും ബൈ ചെയ്തു. എന്നിട്ട് ഞാൻ 24-ാം തീയതിയിലെ 418 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ളത് സെല്ല് ചെയ്തു. അപ്പോൾ എനിക്ക് ആ ട്രേഡിൽ $88 കിട്ടിയേക്കുന്നത്. ഓക്കെ, 24-ാം തീയതി 418 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ള പുട്ട് ഓപ്ഷൻ ഞാൻ സെല്ല് ചെയ്തത് ബൈ ചെയ്തു. എന്നിട്ട് 419 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ള ഒരു പുട്ട് ഓപ്ഷൻ ഞാൻ സെല്ല് ചെയ്തു. അപ്പോൾ എനിക്ക് ആ ട്രേഡിൽ $44 കിട്ടി. 22-ാം തീയതി പുട്ട് ഓപ്ഷൻ ഞാൻ സെല്ല് ചെയ്ത് വെച്ചിരിക്കുന്ന 4 ഓപ്ഷൻസ് ഞാൻ തിരിച്ച് ബൈ ചെയ്തു. അപ്പോൾ എനിക്ക് $1650 ഞാൻ അതിന് ഇറക്കിയിരിക്കുന്നത്. പുട്ട് ഓപ്ഷൻ 416 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ളത് 22-ാം തീയതി ഞാൻ $485 സെല്ല് ചെയ്തു. 416-ൻ്റെ പുട്ട് ഓപ്ഷൻ 22-ാം തീയതി $502 ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ട്. അടുത്ത പുട്ട് ഓപ്ഷൻ 416-ൻ്റേത് 22-ാം തീയതി $498 സെല്ല് ചെയ്തു. ഇനി എൻ്റെ അവസാനത്തെ പുട്ട് ഓപ്ഷനായിട്ടുള്ള 416 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ളത് 22-ാം തീയതി തന്നെ $488 ഞാൻ സെല്ല് ചെയ്തു. അങ്ങനെ എൻ്റെ 4 പുട്ട് ഓപ്ഷൻസ് ഞാൻ സെല്ല് ചെയ്തിരിക്കുന്നു. ആദ്യം ഞാൻ ഇറക്കിയ $600, പിന്നെ എനിക്ക് ഓരോ ട്രേഡിലായിട്ട് കിട്ടിയ 140, 88, 44, പിന്നെ ഞാൻ ക്ലോസ് ചെയ്യാനായിട്ട് $1650 സ്പെൻഡ് ചെയ്തതും, പിന്നെ എനിക്ക് അടുത്ത 4 ട്രേഡിലായിട്ട് കിട്ടിയ 485, 502, 498, 488. അപ്പോൾ എൻ്റെ ഇന്നത്തെ പ്രോഫിറ്റ് $36.